നമ്മൾ ഇന്നിവിടെ +1 ബയോളജി അതായത് ബോട്ടണിയിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള പ്ലാന്റ് കിങ്ഡം ആണ് ഡിസ്കസ് ചെയ്യുന്നത്. പ്ലാന്റ് കിങ്ഡത്തിൽ നമ്മൾ പഠിച്ചു ഏതൊക്കെ കിങ്ഡങ്ങളാണുള്ളത്. മൊണിയറ, പ്രൊട്ടിസ്റ്റ, ഫംഗി, പ്ലാന്റ്സ്, അനിമൽസ് ഏതൊക്കെയാണ്. അതൊക്കെ ആരുതാണ്? ആർഎച്ച് വിറ്റാക്കറിൻ്റെ 5 ക്ലാസിഫിക്കേഷനിലാണ്. അപ്പോൾ നമ്മൾ ഏതൊക്കെ പഠിച്ചു കഴിഞ്ഞു എന്നിട്ട് മൊണിയറയും പഠിച്ചു കഴിഞ്ഞു, പ്രൊട്ടിസ്റ്റ പഠിച്ചു കഴിഞ്ഞു, പിന്നെ ഫംഗായും പഠിച്ചു കഴിഞ്ഞു. എവിടെ പഠിച്ചു? ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനിൽ പഠിച്ചു. ഇനി അതിൻ്റെ ബാക്കി കണ്ടിന്യൂഷനാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കി ഏതെല്ലാം ഉള്ളത്? ഏതൊക്കെയാണ് കിങ്ഡംസാണ് ഉള്ളത്? കിങ്ഡം പ്ലാന്റേയും അനിമലിയാണ്. അപ്പം കിങ്ഡം പ്ലാന്റേനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്തൊക്കെയാണ് പറയാം? കിങ്ഡം പ്ലാന്റേ. In the previous chapter, we look at the broad classification of living organisms under the system proposed by Whittaker in 1969. അപ്പം വിറ്റാക്കറിൻ്റെ കിങ്ഡം ഏതാണ്? 2 കിങ്ഡം സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്, അല്ല 5 കിങ്ഡം സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ആദ്യം നമ്മൾ അരിസ്റ്റോട്ടിലിൻ്റെ പഠിച്ചു, പിന്നെ ലിനേഴ്സ്, അങ്ങനെ നമ്മൾ വിറ്റാക്കറിൻ്റെ 5 കിങ്ഡം സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷനാണ് പഠിച്ചിരിക്കുന്നത്. അപ്പം വേറെയും suggested that the 5 kingdom classification wise Monera, Protista, Fungi, plants and animals ആണ്. അപ്പോൾ ഇൻ ദ പ്രീവിയസ് ചാപ്റ്ററിൽ നമ്മൾ ഏതാണ് ഈ ആർഎച്ച് വിറ്റാക്കറിൻ്റെ ബ്രോഡ് ക്ലാസിഫിക്കേഷൻ ആയിട്ടുള്ള 5 kingdom സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ 1969 ഇത് നമ്മൾ പഠിച്ചു എന്ന് പറയുകയാണ്. In this chapter, we deal in detail with the further classification of within the kingdom Plantae, that is popularly known as plant kingdom ആണ്. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത് എന്താണ്? പ്ലാന്റ് കിങ്ഡത്തിനെ കുറിച്ചാണ്. We must stress here that our understanding of the plant kingdom has been changed over time. നമ്മൾ പ്ലാന്റ് കിങ്ഡത്തിൻ്റെ കാഴ്ചപ്പാടിനെ എന്ത് ചെയ്തു? മാറ്റി. ഫംഗി മെമ്പേഴ്സ് ഓഫ് മൊനീറ, പ്രൊട്ടിസ്റ്റ have been now been excluded from Plantae through early classification ആണ്. Place them in the same kingdom. So cyanobacteria that are also refers to as എന്താണ്? ബ്ലൂ ഗ്രീൻ ആൽഗി ആണ്. cyanobacteria എന്ന് വെച്ചാൽ ബ്ലൂ ഗ്രീൻ ആൽഗി ആണ്. also refers to as blue green algae are not algae ആണ്. അവ ആൽഗി അല്ല, പക്ഷേ എന്നാൽ നമ്മൾ എന്ത് ചെയ്യുന്നു? പ്ലാന്റയിലായിരുന്നു ഉൾപ്പെടുത്തിയിരുന്നത് അതിനെ. ഓക്കെ, അതൊരു ബ്ലൂ ഗ്രീൻ ആൽഗിയാണ്. പക്ഷേ സൈനോബാക്ടീരിയ എന്ന് പറഞ്ഞാൽ ബ്ലൂ ഗ്രീൻ ആൽഗിയാണ്. ആദ്യം അതിനെ ആൽഗയിലായിരുന്നു ആദ്യം എന്തിലാണ് ഉൾപ്പെടുത്തിയത്? പ്ലാന്റിലായിരുന്നു ഉൾപ്പെടുത്തിയത്. പിന്നെയാണ് നമ്മൾ ഏതാക്കി? മൊനീറയാക്കി മാറ്റിയത്. Anymore, in this chapter we deal with the description of this algae, bryophyte, pteridophyte, gymnosperms and angiosperms ആണ്. ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് ആൽഗേനെ കുറിച്ച്, ബ്രയോഫൈറ്റിനെ കുറിച്ച്, ടെറിഡോഫൈറ്റിനെ കുറിച്ച്, ജിംനോസ്പേമിനെ കുറിച്ച്, ആൻജിയോസ്പേമിനെ കുറിച്ചുമാണ്. Let us now look at this classification within the angiosperms to understand some of the concerns that influence the classification system ആണ്. നമ്മളെ ക്ലാസിഫിക്കേഷൻ സിസ്റ്റത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ ഈ ആൻജിയോസ്പേംസ് ഒക്കെ അല്ലേ. ടു അണ്ടർസ്റ്റാൻഡ് സം ഓഫ് ദ മോർ കൺസേൺസ് ആണ് നമ്മൾ ഈ നമ്മൾ എപ്പോൾ നമ്മൾ ചുറ്റിൽ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റുള്ള എന്ത് ആൻജിയോസ്പേംസ് ആണ്. ദാറ്റ് ആർ ഫ്ലവറിങ് പ്ലാന്റ്സ് ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് the early system of classification used only the gross superficial morphological characters ആണ്. നമ്മൾ ഏർലി സിസ്റ്റത്തിൽ നമ്മൾ യൂസ് ചെയ്തത് എന്താണ്? ഓൺലി ദ ഗ്രോസ് സൂപ്പർഫിഷ്യൽ morphological characters to classify characters such as habitat, color, number and shapes of leaves etc. They were mainly based on the vegetative characters in the basisലാണ് നമ്മൾ ഏർലി ക്ലാസിഫിക്കേഷൻ നടത്തിയത്. ഗ്രോസ് സൂപ്പർഫിഷ്യൽ morphological ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് യൂസ് ചെയ്തിട്ട് or on the andrecian structure ആണ് given by ലിനേഴ്സിൻ്റെ ആൻഡ്രീഷ്യൻ സ്ട്രക്ചർ യൂസ് ചെയ്തിട്ട് സിസ്റ്റം ആണ്ടാണ്. ഇതൊക്കെ എന്താ? ആർട്ടിഫിഷ്യലാണ്. ദേ വർ സെപ്പറേറ്റഡ് ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള സ്പീഷീസിനെ സെപ്പറേറ്റ് ചെയ്യാം. ദേ വർ ബേസ്ഡ് ഓൺ എ ഫ്യൂ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. Also, the artificial system gave equal weightage to vegetative and sexual characteristics ആണ്. And this is not acceptable since we know that often vegetative characters are more easily affected by the environment ആണ്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞത് ആർട്ടിഫിഷ്യൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ ആണ്. അതിൽ ഓൺലി ഗ്രോ സൂപ്പർഫിഷ്യൽ morphological characters ആസ് എന്തൊക്കെയാണ്? ഹാബിറ്റാറ്റ്, കളറ്, നമ്പർ, ഷേപ്സ് ഓഫ് ലീവ്സ് ഒക്കെയാണ് ക്യാരക്ടേഴ്സ്. അതായത് വെജിറ്റേറ്റീവ് ക്യാരക്ടേഴ്സാണ് മെയിൻലി ബേസ് ചെയ്തിരുന്നത്. ആ സിസ്റ്റം കൊണ്ടുവന്നിരിക്കുന്നത് ലിനേഴ്സാണ്. അതിനെ ആർട്ടിഫിഷ്യൽ സിസ്റ്റമാണ്. ലിനേഴ്സ് കണ്ടുപിടിച്ചത് ആൻഡ്രീഷ്യത്തിൻ്റെ സ്ട്രക്ചർ യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ അവ എന്ത് ചെയ്യാൻ സെപ്പറേറ്റ് ചെയ്തു? എന്തിനെ? ക്ലോസ്ലി റിലേറ്റഡ് സ്പീഷീസിനെയൊക്കെ സെപ്പറേറ്റ് ചെയ്തു. ആർട്ടിഫിഷ്യൽ സിസ്റ്റം ഗിവ് എന്ന ഈക്വൽ വെയിറ്റേജ് ടു വെജിറ്റേറ്റീവ് ആൻഡ് സെക്ഷൽ ക്യാരക്ടേഴ്സിനാണ്. ദിസ് ഈസ് നോട്ട് അക്സെപ്റ്റബിൾ
ബൈ ദ എൻവയോൺമെൻറ്റ് ആക്സെപ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ആസ് എഗെയിൻസ്റ്റ് നാച്ചുറൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ ആണ് വാസ് ഡെവലപ്ഡ് ആണ് വിച്ച് were based on the natural affinities among the organisms and consider not only the external features but also the internal features ആണ് like ultrastructure, anatomy, embryology, phytochemistry ഒക്കെ പെടും. such as classifications for flowering plants was given by ആരാണ്? ജോർജ് ബെന്താമും ജോസഫ് ഡാൾട്ടൺ ഹുക്കറുമാണ്. അപ്പോൾ എന്താണ് നമ്മൾ പറഞ്ഞത്? നാച്ചുറൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്തൊക്കെ പറഞ്ഞു? അപ്പോൾ നാച്ചുറൽ അഫിനിറ്റീസിൻ്റെ ബേസിലാണ്, നാച്ചുറൽ അഫിനിറ്റീസ് എമംഗ് ദ ഓർഗാനിസംസിൻ്റെ ബേസിലാണ് ക്ലാസിഫൈ ചെയ്തത്. പിന്നെ അതുകൂടാതെ ആരാണ് ക്ലാസിഫൈ ചെയ്തത്? ജോർജ് ബെന്താമും ജോസഫ് ഡാൾട്ടൺ ഹുക്കറുമാണ്. അവരെന്ത് കണ്ടുപിടിച്ചു? അദ്ദേഹം എക്സ്റ്റേണൽ ഫീച്ചറും ഇൻറ്റേർണൽ ഫീച്ചേഴ്സ് ഏതൊക്കെ? അൾട്രാസ്ട്രക്ചർ, അനാട്ടമി, എംബ്രിയോളജി, ഫൈറ്റോകെമിസ്ട്രി ഇതൊക്കെ എന്താണ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടെന്ന്. അതാണ് നാച്ചുറൽ സിസ്റ്റം. അപ്പോൾ നമ്മൾ 2 സിസ്റ്റം പഠിച്ചു. ആർട്ടിഫിഷ്യൽ സിസ്റ്റവും പഠിച്ചു, നാച്ചുറൽ സിസ്റ്റം പഠിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഏതാണ് വരുന്നത്? അറ്റ് പ്രസൻ്റ്ലി ഫൈലോജനറ്റിക് ക്ലാസിഫിക്കേഷൻ സിസ്റ്റം ആസ് ബേസ്ഡ് ഓൺ ദി എവല്യൂഷണറി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദി വാരിയേഴ്സ് ഓർഗാനിസംസ് ആണ്. അപ്പം അടുത്തതാണ് മൂന്നാമത്തതാണ് ഫൈലോജനറ്റിക് സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ. അത് എവല്യൂഷണറി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വാരിയസ് ഓർഗാനിസംസ് ആണ്. This assume that organism belongs to same taxa having എന്താണ് common ancestors ആണ്. വെരി ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് എക്സാം ചോദിക്കാൻ. We now use this information from many of the sources to resolve the difficulties in classification ആണ്. അപ്പം നമ്മൾ 3 ക്ലാസിഫിക്കേഷൻ ആണ് പഠിച്ചത്. ഒന്നുകൂടി വൺസ് അഗൈൻ ഐ വിൽ റിപ്പീറ്റ്. നമ്മൾ ആർട്ടിഫിഷ്യൽ സിസ്റ്റം, നാച്ചുറൽ സിസ്റ്റം ആൻഡ് ഫൈലോജനറ്റിക് സിസ്റ്റമാണ്. ആർട്ടിഫിഷ്യൽ സിസ്റ്റം ആണെങ്കിൽ ലിനേഴ്സ് ആണ്, ആൻഡ്രീഷ്യൻ സ്ട്രക്ചേഴ്സിൻ്റെ ബേസിലാണ്.